നമസ്കാരം. നമ്മളുടെ ഈ മാസത്തിലെ മീറ്റിംഗ് നോർമൽ തുടങ്ങാവുന്നുള്ള കണ്ടീഷനായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഏതോ ഒരു പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. ഒരു 50ാം വിവാഹ വാർഷികം 50ാം വിവാഹ വാർഷികം പത്രത്തിൽ കണ്ടിട്ട് അറിഞ്ഞുള്ളൂ. നമ്മളാരും അറിഞ്ഞില്ല, കാരണം നമ്മളാരും അറിയിച്ചില്ല. അതാണ് രഹസ്യം. നമ്മളുടെ മുരുകൻ സാറിൻ്റെ ഇന്നലെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു കേക്ക് കട്ടിങ്ങും ഓരോന്ന് ആശംസകൾ അറിയിക്കാനുള്ള ഒരു അവസരവും കൂടി ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ നിമിഷം ആയിരിക്കുന്നത്. നമ്മളുടെ കാലാവസ്ഥ വരെയും സ്നേഹതീരത്തിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി അച്ഛനമ്മമാർക്ക് വേണ്ടി കാലാവസ്ഥ വരെ നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. ഏതായാലും ഈ നൽസുദിനത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ഹാർദവമായ സ്വാഗതം. എന്നിട്ട് ഞാനിപ്പോൾ ആദ്യമേ ഒരു സ്വാഗതം പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ മറ്റൊരു പ്രധാന അതിഥി എന്ന് പറയാം. അതിഥി എന്നല്ല, നമ്മുടെ അംഗമാണ്, എങ്കിലും അതിഥി എന്ന് പറയുന്നതാണ് നല്ലത്. മിസ്റ്റർ ജസ്ലിൻ സാർ, അദ്ദേഹം ഇത് തുടക്കത്തിലെ നമ്മളുടെ സെക്രട്ടറി ആയിരുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വലിയൊരു വ്യക്തിത്വമായിരുന്നു. ഏതിനും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് അതുമായി ക്ഷണിക്കുകയാണ്. പ്ലീസ്. സ്നേഹം നിറഞ്ഞ പ്രതിസ്ഥാനത്തിലെ മാതാപിതാക്കളെ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മുരുകൻ ചേട്ടനും ഞാനുമായിരുന്നു തോന്നുന്നു. എനിക്ക് ആദ്യത്തെ സെക്രട്ടറിയും ആദ്യത്തെ പ്രസിഡൻറ്റ് മുരുകൻ ചേട്ടൻ സെക്രട്ടറിയുമായിരുന്നു. കുറേ കാലം അങ്ങനെയായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ചില നമ്മളെല്ലാം പ്രായോഗികമല്ല, പല തിരക്കുകളൊക്കെ വന്ന് അങ്ങനെ എനിക്ക് വരാൻ പറ്റിയിട്ട് മുരുകൻ ചേട്ടൻ ഇന്നും എപ്പോഴുള്ള നിങ്ങളോടൊപ്പം ഉള്ള ആളാണ് മുരുകൻ ചേട്ടൻ. അപ്പോൾ ഇന്നേ ദിവസം എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചതിന് വളരെയധികം സർവേശ്വരനോട് നന്ദി പറയുകയാണ്. കാരണം മുരുകൻ ചേട്ടൻ ഞാനെന്ന് പറഞ്ഞാൽ ദിവസവും എന്ന് പറഞ്ഞ വിധത്തിൽ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ്. എങ്കിലും ഞാനും ഈ സംഭവം അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം മുരുകൻ ചേട്ടൻ ഇന്നലെ വിളിച്ച് എന്നോട് ഇവിടെ വരണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അറിയുന്നത് ഇന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത്. ഏതായാലും അതിലെല്ലാവർക്കും സന്തോഷം. അതുപോലെ നിങ്ങൾക്കെല്ലാം എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അധികം വാക്കുകൾ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, പെട്ടെന്ന് അവിചാരിതമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ പിള്ളേരാണ് എടുത്ത് ഫേസ്ബുക്കിൽ മോൻ്റെ മോഹൻ ശരിയാക്കിയിട്ടാണ് അദ്ദേഹം എല്ലാവരും അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പങ്കെടുക്കാൻ ദൈവം തന്ന ഈ സാഹചര്യം, പിന്നെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചടങ്ങിലേക്ക് നോക്കാതെ തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ഈ യുവമിഥുനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവരുടെ ഈ ഇത്രയും ആത്മാർത്ഥമായ ആ സ്നേഹത്തിന് മുന്നിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കുരുവികളെ, വരു കുയിലുകളെ, നല്ല മധുവിധുരാവുകളെ, യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളേകാൻ
മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധു വാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സ് കൊണ്ട് നേരാം ആശംസ. ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സ് കൊണ്ട് നേരാം ആശംസ. വളരെ സ്വാഗതമായ ആശംസിക്കുന്നതിന് വേണ്ടി സെക്രട്ടറി ബെനഡിക്ട്. ഇനി ഒരുപാട് സന്തോഷമുണ്ട്. കുറഞ്ഞ ഭാഗം നമുക്ക് ഇതെങ്കിലും ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് അല്ലേ. ജഗദീശ്വരന് നന്ദി. അപ്പൊ ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിലേക്ക് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. ഒപ്പം ഇന്നത്തെ യുവമിഥുനങ്ങൾ അല്ലെങ്കിൽ എന്തെന്നാ പറയേണ്ടത്, ഇണക്കിളികൾ എന്ന് പറയണോ, അത്രയും സന്തോഷത്തോടെയാണ് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സന്തോഷത്തോടെ 50 വർഷമൊക്കെ ഇങ്ങനെ ഇണക്കുരുവികളായിട്ട് നടക്കാൻ പറ്റുമെന്നുള്ളത്. ഏതായാലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പം അവർക്ക് മുരുകൻ സാറിനും ചേച്ചിക്കും എവരുടെയും പേര് ഹൃദയം നിറഞ്ഞ ഹാർദവമായ സ്വാഗതം നമ്മുടെ ഈ ഫംഗ്ഷനിലേക്ക്. അപ്പം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി നമ്മുടെ ജസ്ലിൻ സാറ് വിത്ത് ഫാമിലി വൈഫുണ്ട്, ഗ്രേസ് ചേച്ചി. ചേച്ചിക്കും ജസ്ലിൻ ചേട്ടനും ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളുടെ സ്നേഹതീരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറെ കുരുവികൾ അല്ലേ, ഒരുപാട് ആളുകൾ, ഒരുപാട് സ്റ്റാഫിൻ്റെ നിസ്വാർത്ഥമായ സേവനം തന്നെയാണ് നമ്മുടെ ഈ സ്നേഹതീരം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും സ്നേഹതീരം സ്റ്റാഫിനെ ഹാർദവമായ സ്വാഗതം. നമ്മളുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ആവശ്യം അറിഞ്ഞ് വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നതാണ് കാരുണ്യം. ആവശ്യം അറിഞ്ഞ് വിട്ടുകൊടുക്കുവാൻ സാധിക്കുന്നതാണ് കാരുണ്യം. നമുക്ക് ഓരോരുത്തർക്കും വിട്ടുകൊടുക്കുവാനുള്ള മനസ്സുണ്ടാവും. പക്ഷേ ആവശ്യ നേരത്ത് വിട്ടുകൊടുക്കാൻ ചിലപ്പോൾ വാശിയും ദേഷ്യവും കുറുമ്പൊക്കെ പിടിച്ചു വെക്കും. ആവശ്യ നേരത്തെ വിട്ടുകൊടുക്കും. അതിനുശേഷം ആരെങ്കിലും ചോദിക്കുമ്പോൾ ദേ കിടക്കണം, എനിക്കൊരു കുഴപ്പമില്ല, എടുത്തോട്ടെ. പക്ഷെ ആവശ്യ നേരത്തെ വിട്ടുകൊടുക്കും. ഒരു മനസ്സ് വിഷമിക്കുമ്പോൾ ആ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ തക്ക ഒരു വിട്ടുകൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മനസ്സിന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് ആ മനസ്സിനെ വിഷമത്തിന്റെ പിന്നില് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം. അതിനെയല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ആ നിമിഷത്തെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് അവരോട് പൊറുക്കാനും ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുകൊടുക്കാനും സാധിച്ചാൽ അതാണ് മഹത്വം. അവിടെയാണ് മനുഷ്യത്വം, അതാണ് കാരുണ്യം. നല്ല ചിന്തകളോടെ ആയിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. താങ്ക് യു. താങ്ക് യു വെള്ളപ്പൻ ആൻഡ് ജസ്ലിൻ, സ്നേഹനീയം കുടുംബാംഗങ്ങളെ, ജീവനക്കാരെ, നല്ലൊരു സുദിനമായിട്ട് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഒന്നിച്ചു കൂടുവാൻ സാധിച്ചത് തന്നെ ദൈവാനുഗ്രഹമാണ്. ഞാൻ യാതൊരുവിധ ഈ പറഞ്ഞ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്.
എല്ലാം നമ്മൾ സമാധാനപരമായ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത് എന്തോ ദൈവഹിതമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എൻ്റെ മകൻ്റെ മകളാണ് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പോൾ അതിങ്ങനെ ഒരുപാട് പേര് കാണാനും അനുഗ്രഹിക്കാനുമുള്ള ഒരു അനുഗ്രഹം ദൈവനിശ്ചയം കൊണ്ട് നമുക്കുണ്ടായി. അത് പിന്നെ വലിയൊരു അനുഗ്രഹമാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും എല്ലാം ദൈവത്തിൻ്റെ ഫലമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളിൽ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അഹങ്കാരങ്ങളും മറ്റും വെറുതെ മിഥ്യ എന്നുള്ള രീതിയിലാണ് നാം കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവം എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം തരുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ആ കർത്തവ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ജീവിത രീതിയിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. നമ്മുടെ ഓരോ ദിവസം ചെല്ലുന്തോറും ജീവിതത്തിലെ മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ആ അനുഭവം കാഴ്ചവെക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനെ വേണ്ട രീതിയിൽ വിപുലപ്പെടുത്തിയെടുക്കുവാനുമുള്ള കഴിവ് നമുക്കുണ്ടാകും. ആ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്കും പങ്കുവെക്കാനുള്ള അവസരമുണ്ടാകും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം. എപ്പോഴും പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കുക. അതായത് നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് മാത്രം നിങ്ങളോട് എല്ലാവരോടും ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നിലിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നിലിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. എല്ലാവർക്കും നമസ്കാരം. സാറും ഞാനും നെയ്ബേഴ്സായിരുന്നു. കുറേ വർഷം ഞങ്ങൾ അടുത്തടുത്ത വീടുകളിൽ താമസിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ വലിയ ആളാണ് മുരുകൻ സാർ എന്നുള്ളത് അറിയണത്. എല്ലാ ആഴ്ചയിലും എല്ലാ കാര്യങ്ങളും സാറ് ടോക്ക് ചെയ്തും എല്ലാം അന്വേഷിക്കും. ക്ലാസ്സിൻ്റെ മീറ്റിങ്ങിനും ഇവിടുത്തെ എല്ലാ മാസവും നടക്കുന്ന മീറ്റിങ്ങിനും സാറ് വന്നിരിക്കും. സാറിനും ചോദിച്ചിട്ടും വീട്ടിൽ ഒരു പ്രാവശ്യം കൂടിയാണ് ഇറങ്ങിയുള്ളത്. മുരുകൻ സാറിനും വൈഫിനും എൻ്റെ വിനീതമായ സ്നേഹാശംസകൾ ഞാൻ നേരുന്നു. സാറിനും ചേച്ചിക്കും എൻ്റെ അഭിനന്ദനമുണ്ട്. സാറിനും ഭാര്യയ്ക്കും എൻ്റെ വിവാഹ വാർഷികാശംസകൾ. പ്രിയപ്പെട്ട മുരുകൻ സാറിനും ചേച്ചിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Wishing Murugan sir and wife a happy wedding anniversary. May God shower His blessings on you both. മുരുകൻ സാറിനും ഫാമിലിക്കും ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആശംസകൾ നേരുന്നു. അത്രയും പ്രിയപ്പെട്ട മുരുകൻ
ഗജവക്ത്രം രക്തവർണം തർണേത്രം അഭയവരദഹസ്തം ദിവ്യഭാഷാങ്കുശാഢ്യം അമൃതമയശൈരം രത്നഗോപീതം ഗണപതി ഗണനാഥ പാദപത്മനമാം. ആദ്യമായി ദൈവത്തിന് നന്ദി. 50 വർഷത്തെ ജീവിതം ഇങ്ങനെ സന്തോഷകരമായി ജീവിക്കാൻ കഴിഞ്ഞതിൽ ഈശ്വരന് നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നിങ്ങൾ ഈ തന്ന നല്ല സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി. സാറിനും ചേച്ചിക്കും 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മാസത്തിലെ മീറ്റിങ്ങിന് പ്രത്യേകത ഉണ്ട്. എല്ലാവരും അറിഞ്ഞില്ലേ? നമ്മുടെ മുരുകൻ സാറിൻ്റെയും വൈഫിൻ്റെയും 50ാമത്തെ വിവാഹ വാർഷികമാണ്. അവർക്ക് കൂടുതൽ ആയുസാരോഗ്യങ്ങളുടെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു വിവാഹാശംസ. 16-ാം രാവുദിക്ക് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞ മുറ്റത്തോ കണ്ണാടി കവിളത്തോ തത്തമ്മ ചുണ്ട് ചുവന്നത് കരിവെറ്റില തിന്നിട്ടോ തത്തമ്മ ചുണ്ട് ചുവന്നത് കരിവെറ്റില തിന്നിട്ടോ മാവിളകാൽ തേരിൽ മുങ്ങി മണിമുത്തം തന്നിട്ടോ മാവിളകാൽ തേരിൽ മുങ്ങി മണിമുത്തം തന്നിട്ടോ തനതിൻ്റെ താനതിൻ്റെ തിന്തിന്നോ താനിന്നെ താനിന്ന് താനിന്നോ. ഇത് 1ഉം 2ഉം ആണ്. 1ഉം 2ഉം ആർക്കെങ്കിലും ഉണ്ടോ? 1ഉം 2ഉം 1ഉം 2ഉം ഇല്ലല്ലേ? 3 1ഉം 2ഉം 3ആണ്. 1ഉം 2ഉം 3ആണെന്ന് എല്ലാവരും പറയുള്ളൂ. 2 1 ഉണ്ടാ? 2 1 ഉണ്ടാ? 21 ഉണ്ടായിരുന്നു ഞങ്ങള്. 12 ഉണ്ടാ? 12 ഉണ്ടാ? 21 ഉണ്ടാ? ഏതെങ്കിലും പറയും. 21 ആരുടെ കയ്യിലാണ്? രണ്ടാമത്തെ കയ്യിലുണ്ടാ? 2 പ്രാവശ്യം 2 ഉണ്ടാ ആർക്കെങ്കിലും? 22 അങ്ങനെ മാറ്റാന്നേ ഉള്ളു. പക്ഷെ മാറ്റിച്ചേട്ടനാണ് എടുക്കാൻ പാടില്ലത്. നമ്മുടെ പേരിങ്ങനെ എഴുതി വെക്കാലോ. അപ്പൊ നല്ല മനസ്സിന്റെ ഉടമയായ മാത്തുചേട്ടൻ പറയുകയാണ് അദ്ദേഹത്തിന് ഇത് വീണ്ടും ഒന്നുകൂടി ഒരാൾക്കും കൂടി അവസരം കൊടുക്കുകയാണ്. അപ്പൊ അത് സെക്കൻഡ് പ്രൈസ് ഒന്നുകൂടി എടുക്കുകയാണ്. നാല് 24 ഉണ്ടാ? ആർക്ക്? പ്രദീപ. ഓക്കെ. അപ്പൊ പ്രദീപ് അൻപത്തിരണ്ട് ആർക്കുകളുണ്ട്. 52 5 2 52 ആണോ? 25 ഉണ്ടാ? 25 ഉണ്ടാ? ശിബു 25 2 5. അപ്പൊ സോളി തേർഡ് പ്രൈസ് ആണ് കേട്ടോ. തേർഡ് പ്രൈസ് സോളി നമ്മുടെ സ്നേഹതീരത്തിന്റെ
എന്താ പറയുന്നത് സോളിന? അപ്പൊ സോളിക്ക് അഭിനന്ദനങ്ങൾ, നല്ലൊരു കൈയടി. അടുത്തത് നമ്പർ 24 പ്രദീപ്. അതും നമ്മുടെ സ്നേഹതീരത്തിന്റെ കണ്ണിലുണ്ണി എന്ന് ഞാൻ പറയുന്നില്ല. കണ്ണിലുണ്ണി എന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ ഉണ്ണി ഓക്കെ. അപ്പൊ ഓ, നമുക്ക് കിട്ടാത്തതിന്റെ പരിഭവമൊന്നുമില്ലേ? അതല്ലപ്പോ പ്രദീപ് ഭായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളോടൊപ്പം ആയിരിക്കണം നമ്മുടെ ഈ റിക്രിയേഷൻ ഏരിയയുടെ ലീഡർ എന്ന് പറയാം. എല്ലാ സമയത്തും പ്രദീപ് ഭായി ഇവിടെ ഉണ്ടാവും. അപ്പൊ അഭിനന്ദനങ്ങൾ. പ്രദീപ് പ്രൈസ് ഏറ്റുവാങ്ങി, എന്നിട്ട് അത് തിരിച്ച് സംഭാവന ചെയ്തു സ്ഥാപനത്തിലേക്ക്. ഓണം വരുമ്പോഴത്തേക്കും എന്ത് മേടിക്കും? ഓണത്തിന് ശർക്കര ഉണ്ട മേടിക്കാം. അപ്പൊ ഏതായാലും ഓണത്തിന്റെ ഇതിലേക്ക് പ്രദീപ് ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ് ആ പ്രൈസ്. താങ്ക് യു. ഷിബു നമ്മുടെ സ്ഥാപനത്തിന്റെ ഇൻമേറ്റ് ആണ്. ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ. ഷിബുവിന് ആദ്യമായിട്ടാണ് പ്രൈസ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് ഈ പ്രൈസ് കിട്ടുന്നവരെ ആരും തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് നല്ലത്. നമ്മളത് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതൊരു പ്രചോദനമാണ് മറ്റുള്ളവർക്കും, അല്ലേ? അത് തിരിച്ചു കൊടുക്കുന്നത് എന്തോ നമുക്ക് ഉണ്ട്. അങ്ങനെയല്ല, നമ്മളത് കിട്ടിക്കഴിയുമ്പോഴേക്കും അത് വാങ്ങുക എന്നുള്ളതാണ് ഒരു നല്ലൊരു രീതി കേട്ടോ. അപ്പൊ അഭിനന്ദനങ്ങൾ. ഏതായാലും തന്നവർക്ക് ഞാൻ മോശം പറയണല്ല, അഭിനന്ദനങ്ങൾ. ഏതായാലും നിങ്ങളുടെ എല്ലാം നല്ല മനസ്സിന് ഒരുപാട് നന്ദി. നമുക്ക് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളു. യോഗ നടപടികൾ അവസാനിപ്പിക്കും.